من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൗണ്ട് കേൾക്കണില്ല. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ ദിവസങ്ങളായി നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്ന റമളാനാകുന്ന അതിഥി അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നന്മകൾ ചെയ്യാനും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടാനുമുള്ള വലിയ ഒരു അവസരമാണ് ഈ റമളാനിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് എന്ന് കഴിഞ്ഞ 2-3 ഖുത്ബകളിലൂടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റമളാൻ മാസത്തിന്റെ പ്രാധാന്യവും നോമ്പെടുക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന പുണ്യങ്ങളും വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട ആ ഒരു മാസമായതുകൊണ്ട് തന്നെ ഖുർആനിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ
സവിസ്തരം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ സ്വാഭാവികമായും ഈ ഒരു റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സംശയങ്ങളാണ് നമ്മളിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് അഹ്കാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റമദാനിൽ അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിവിലക്കുകൾ. എന്താണ് നോമ്പ് എന്ന് പറഞ്ഞാൽ, ആരൊക്കെയാണ് നോമ്പെടുക്കേണ്ടത്, നോമ്പ് ഒഴിവാക്കാൻ അള്ള പറഞ്ഞ ചില ആളുകൾ, അവർക്ക് പൂർണ്ണമായി നോമ്പ് ഒഴിവാക്കാം. അതാരൊക്കെയാണ്? നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞ അതേ ആയത്ത്, അതിന്റെ ശേഷമുള്ള 4 ആയത്തുകൾ, അഥവാ സൂറത്തുൽ ബഖറയും നോമ്പും തമ്മിൽ വലിയ ഒരു ബന്ധം. നോമ്പും സൂറത്തുൽ ബഖറയും തമ്മിലുള്ള ബന്ധം ആ സൂറത്തുൽ ബഖറയിലെ 5 ആയത്തുകളിലൂടെ നോമ്പും ആ നോമ്പിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും ഒരു നോമ്പുകാരന്റെ അനുവാദമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം അതിൽ പരാമർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഖുതുബയിലൂടെ ഈ സൂറത്തുൽ ബഖറയിലെ 5 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പരാമർശിക്കുന്ന അഹ്കാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്ത്. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് ആദ്യത്തെ സൂചന നമുക്ക് തരാം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഒരുപാട് തവണ നമ്മുടെ ഈ മിമ്പറിൽ തന്നെ കഴിഞ്ഞ പല ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞ ആയത്താണ്. സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാകും. എന്തിനു വേണ്ടി? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ. അപ്പൊ ഒന്നാമത്തെ വിഷയം, ആര് നോമ്പെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിൽ വിശ്വാസികളോട് മാത്രമാണല്ലോ പറയും. വിശ്വാസിയല്ലാത്ത ഒരാളും നോമ്പെടുക്കേണ്ടതില്ല. അയാൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമേ അല്ല. അത് ഇസ്ലാമികമായ രാജ്യമാണെങ്കിൽ പോലും, എല്ലാ ഇസ്ലാമിക നിയമങ്ങളും പാലിക്കുന്ന രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തിൽ ജീവിക്കുന്ന അമുസ്ലിമായ ഒരു വ്യക്തി നോമ്പ് നോൽക്കൽ നിർബന്ധമല്ല. അയാൾ നോമ്പെടുക്കേണ്ടതേയില്ല. എന്നാൽ വിശ്വാസികളാണോ, അവർ നോമ്പെടുക്കണം. സ്വാഭാവികമായിട്ടും എന്താണ് നോമ്പ്? പ്രഭാതോദയം മുതൽ പ്രദോഷം വരെ അല്ലെങ്കിൽ സൂര്യാസ്തമയം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ അല്ലാഹുവിന് വേണ്ടി ത്യജിക്കുക എന്ന ഒരു ഇബാദത്താണ് നോമ്പ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സുബഹിന്റെ സമയം മുതൽ മഗ്രിബിന്റെ സമയം വരെ നോമ്പ് മുറിയുന്നതായ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒഴിവാക്കി അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഒരാൾ ഇബാദത്ത് ചെയ്യും. അതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇനി ആരാണ് നോമ്പെടുക്കേണ്ടത്? ആരൊക്കെ നോമ്പ് ഒഴിവാക്കാം? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തൊട്ടടുത്ത ആയത്ത് 184-ാമത്തെ ആയത്തിലൂടെ, സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ആയത്ത് അല്ലെങ്കിൽ 184-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയാണ്, അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളാണ് നിങ്ങൾ നോമ്പെടുക്കേണ്ടത്. എല്ലാ ദിവസവും നോമ്പെടുക്കണം. എണ്ണപ്പെട്ട ദിവസങ്ങൾ. ആ ദിവസങ്ങൾ ഏതാണ്? റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫമൻ കാന മിൻകും മരിയദാ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ഈ ഒരു വാചകത്തിലുണ്ട്
ആർക്കൊക്കെ നോമ്പുണ്ട്, ആരൊക്കെ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഫമൻ കാന മിൻകും മരീള, നിങ്ങളിൽ ആരെങ്കിലും മറന്നുള്ള അഥവാ രോഗമുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഔ അലാ സഫരിൻ, ഒരു യാത്രയിലാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ അനുവാദം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, രണ്ടാളുകളെ കുറിച്ച് അവിടെ പറഞ്ഞു. ഒന്ന്, രോഗിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാം. ആ രോഗി തന്നെ എല്ലാവരും ഒരേപോലെയല്ല. രോഗികൾ പലതരത്തിലുണ്ട്. ഞാനത് ഇങ്ങനെ വിശദീകരിച്ചു തരുന്നത്, പലപ്പോഴും ഖുതുബ കഴിഞ്ഞാലാണ് പല ആളുകളും സംശയം ചോദിക്കാറുള്ളത്. ഈ ഖുതുബയിലൂടെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ഉദ്ദേശത്തിലാണ്. രോഗിയാണോ, അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. എല്ലാ രോഗികൾക്കും ഇല്ല. ഒരാൾ രോഗിയാണ്, പക്ഷേ അയാൾക്ക് നോമ്പെടുക്കാൻ ഒരു തടസ്സമില്ല. അയാൾക്ക് ചെറിയൊരു തലവേദന, അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം, അല്ലെങ്കിൽ ചെറിയ ഒരു പനിയാണ്. നോമ്പെടുത്തു എന്നതുകൊണ്ട് അയാൾക്കൊരു കുഴപ്പവുമില്ലെങ്കിൽ തീർച്ചയായും അയാൾ നോമ്പെടുക്കൽ നിർബന്ധമാണ്. അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ പറ്റൂല. എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടല്ലോ, എനിക്ക് ചെറിയൊരു പനിയുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നോമ്പ് ഒഴിവാക്കാമെന്ന് അയാൾ തീരുമാനിക്കാൻ പറ്റൂല. അയാൾ നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഇനി രണ്ടാമത്തെ ഒരു രോഗി, അയാൾക്ക് രോഗമുണ്ട്, നോമ്പെടുത്താൽ പ്രയാസവുമാകും. ഒരു പക്ഷേ അയാൾക്ക് ഗുളിക കുടിക്കാനുണ്ടാകും. അയാൾ നോമ്പെടുത്താൽ അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് വരും. അയാൾ പരിശോധിച്ച ഡോക്ടറും പറഞ്ഞു, നിങ്ങളിപ്പോ തൽക്കാലം നോമ്പ് ഒഴിവാക്കല നല്ലത്. എങ്കിൽ അയാൾ നോമ്പ് ഒഴിവാക്കണം. അയാൾ ഒഴിവാക്കണം. അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ അയാൾ നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, അത്തരത്തിലുള്ള ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്നാൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ രോഗിയായി 3 ദിവസം കിടന്നു എങ്കിൽ ആ 3 ദിവസം അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. അയാൾ നോമ്പുകാരനല്ലാത്തതുകൊണ്ട് തന്നെ അയാൾ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് അയാളുടെ രോഗശമനം കിട്ടാനും അയാൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടാനും വേണ്ടി അയാൾക്ക് ഭക്ഷണം കഴിക്കാം, പ്രശ്നമില്ല. കാരണം അള്ളാഹു അനുവദിച്ചതാണ്, അള്ളാഹു അയാൾക്ക് അനുവദിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് അയാൾ നോമ്പൊഴിവാക്കി എന്നുള്ളത് കുറ്റകരമല്ല. പക്ഷേ അയാൾക്ക് എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടത്, ആ നോമ്പ് പിന്നെ അയാൾ നോറ്റുകിട്ടണം. അത് നിർബന്ധം. അയാൾ 5 ദിവസം നഷ്ടപ്പെട്ടോ എങ്കിൽ ആ 5 ദിവസം റമദാൻ കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എപ്പോഴാണോ അയാളുടെ ആരോഗ്യം തിരിച്ചു കിട്ടുന്നത് അന്ന്, അല്ലെങ്കിൽ ആ സമയം മുതൽ അയാൾ നോമ്പെടുക്കൽ ബാധ്യസ്ഥനാണ്. ഇതാണ് രണ്ടാമത്തെ രോഗി. ഇനി മൂന്നാമത്തെ രോഗി, അയാളെ സംബന്ധിച്ചിടത്തോളം മാറാരോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരാൾ മാറാരോഗിയാണ്, അയാൾക്ക് പ്രായം കൂടിക്കൊണ്ടേയിരിക്കുന്നു, അയാളുടെ മരുന്നിന്റെ ഡോസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഒരിക്കലും ആ ഒരു മരുന്ന് നിർത്താനോ അയാളുടെ രോഗം ശമിക്കാനോ സാധ്യതയില്ല. അങ്ങനത്തെ രോഗമുള്ള എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. പിന്നീട് നോറ്റ് വീട്ടാൻ അയാൾക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് പിന്നീട് നോറ്റ് വീട്ടേണ്ടതുമില്ല. പക്ഷേ ഫിദിയത്തുൻ തുആമു മിസ്കീൻ, അയാൾക്കൊരു പരിഹാരം, ഒരു പ്രായശ്ചിത്തം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിദിയ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ഫിദിയ എന്താന്ന് ചോദിച്ചാൽ, ഒരു നേരത്തെ ഒരു ഭക്ഷണം, സാധാരണ ആളുകൾ കഴിക്കാറുള്ള ഒരു നേരത്തെ ഭക്ഷണം എത്ര ദിവസമാണോ അയാൾക്ക് നഷ്ടപ്പെട്ട നോമ്പ് അത്രയും എണ്ണം കൊടുക്കുക. അയാൾക്ക് ഒരു നോമ്പാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ആ ഒരു നോമ്പിന് തുല്യമായിട്ടുള്ള അയാൾ കൊടുക്കുക. മിസ്കീനായിട്ടുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, സാധുക്കൾക്കാണ് കൊടുക്കേണ്ടത്. അയാൾക്ക് 30 നോമ്പും എടുക്കാൻ കഴിയൂലേ എങ്കിൽ 30 ദിവസത്തിനെ കണക്ക് നോക്കിയിട്ട് അയാൾ കൊടുക്കണം. ഇതാണ് തുആമു മിസ്കീൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു രോഗിയുണ്ട്. ആ രോഗിക്ക് രോഗം മൂർച്ഛിച്ച് അയാൾ വെന്റിലേറ്ററിലാണ്, അയാളുടെ സ്വബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് നോമ്പ് തുടങ്ങിയത് മുതൽ 1 മാസമോ 2 മാസമോ 3 മാസമോ ഒക്കെ അയാള് സ്വബോധത്തിൽ ഇല്ലാത്തൊരവസ്ഥയാണ്, അബോധാവസ്ഥയിലാണ്. എങ്കിൽ അയാൾക്ക് നോമ്പുമില്ല, അയാൾക്ക് ഫിദിയയുമില്ല.
അയാൾ പിന്നെ നോറ്റ് വീട്ടേണ്ടതുമില്ല. കാരണം നോമ്പുള്ള സമയത്ത് അയാൾ അത്തരത്തിൽ ശാരീരികമായ പ്രയാസത്തിലാണ്. ഇതാണ് രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുക. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ തന്നെ എടുത്തു പറഞ്ഞു, ഔ അലാ സഫരിൻ, യാത്രക്കാരനാണെങ്കിലോ, യാത്രക്കാരനും ഇസ്ലാമിൽ ഇളവുകളുണ്ട്. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, പല ആളുകളും ഈ ഇളവുകൾ സ്വീകരിക്കാറേയില്ല. പടച്ചോനേക്കാൾ പടപ്പോളെ പഠിക്കുക. ആളുകൾ എന്താ വിചാരിക്കുക, ആളുകൾ ഇതിനെപ്പറ്റി എന്തായിരിക്കും അവർ തോന്നുക, ഇങ്ങനെ വിചാരിക്കണം. ഒരു യാത്രക്കാരനാണെങ്കിൽ അയാളുടെ യാത്ര അതൊരിക്കലും ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല. അയാൾക്ക് നിർബന്ധമായും പോകേണ്ടതായ ഒരു യാത്രയാണ്. എങ്കിൽ അത്തരത്തിൽ ഒരു യാത്രയാണെങ്കിൽ വെറുതെ ടൂറ് പോകുന്ന ആളുകൾ ഒഴിവാക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. വെറുതെ ട്രിപ്പടിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാകും. അവർ നോമ്പിന്റെ സമയത്തും ട്രിപ്പടിക്കുക എന്നിട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ല. മറിച്ച് ഒരാൾക്ക് നിർബന്ധപൂർവ്വം പോകേണ്ടതായ ഒരു യാത്രയുണ്ട്, ആ യാത്ര ഒഴിവാക്കാൻ സാധിക്കാത്തതുമാണ്. എങ്കിൽ ആ യാത്രക്കാരന്റെ വിഷയത്തിലും ചില നിലപാടുകളുണ്ട്. ഒന്ന്, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ യാത്ര കൊണ്ട് ഒരു പ്രയാസമില്ല. അയാൾ AC വാഹനത്തിൽ ഇങ്ങനെ പോകുന്നു, യാതൊരു പ്രയാസമില്ലാതെ തിരിച്ചു വരുന്നു, ഒരു ബുദ്ധിമുട്ടില്ല. എങ്കിൽ അയാൾ നോമ്പെടുക്കണം. കാരണം അയാളെ ഒന്നും ബാധിക്കുന്നില്ല. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹംസത്ത് ബിൻ അംർ അസ്ലമി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ നോമ്പെടുക്കാറുണ്ടോ, അല്ലെങ്കിൽ നോമ്പെടുക്കണോ നമ്മൾ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ ശിഅത ഫസും, നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോമ്പെടുത്തോ, വഇൻ ശിഅത ഫഅഫ്തിർ, അല്ല നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഒഴിവാക്കും ചെയ്യും. നോമ്പെടുക്കാനും ഒഴിവാക്കാനും അനുവാദമുണ്ട്. പക്ഷേ അയാൾക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അയാൾ നോമ്പെടുക്കലാണ് ഉത്തമം. ഇനി അയാൾ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിലോ അയാൾ പിന്നീട് നോറ്റുകിട്ടണം. ചില ആളുകൾ നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. പിന്നെ അത് നോറ്റ് വീട്ടുന്നതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമേ ഇല്ല എന്ന നിലക്കാണ്. അങ്ങനെയല്ല, നോമ്പ് ഒഴിവാക്കാൻ ഒരു യാത്രയിലാണോ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ ആ ഒഴിവാക്കിയത് പിന്നീട് നോറ്റ് വീട്ടണം. ഇനി രണ്ടാമത്തെ യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കൽ കൊണ്ട് അയാൾക്ക് പ്രയാസം ഉണ്ടാകും. എങ്കിൽ അയാൾ നോമ്പ് ഒഴിവാക്കാൻ വേണ്ടി, നോമ്പെടുക്കുന്നത് കൊണ്ട് അയാൾക്ക് പ്രയാസം ഉണ്ടാകും. ഇവിടെ പല ആളുകൾക്ക് സംശയം ഉണ്ടാകും, ഈ സഫർ യാത്ര എന്ന് പറയുമ്പോൾ അത് എത്ര കിലോമീറ്ററാണ്, എത്ര കിലോമീറ്റർ പോകുമ്പോഴാണ് ഒഴിവാക്കേണ്ടത്? പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചകൾ ആ വിഷയത്തിൽ. പല ആളുകളും പല കിലോമീറ്ററുകളുടെ കണക്കും അകലങ്ങളുടെ കണക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്ര എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ്. യാത്ര എന്ന് പറയാൻ പറ്റുന്ന ഒന്നാവണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഇവിടുന്ന് ഒരാൾ പാലക്കാട്ടേക്ക് പോകുക എന്നുള്ളത് ഒരു വലിയ ഒരു യാത്രയൊന്നുമല്ല. പക്ഷേ അയാൾക്ക് വാഹന സൗകര്യങ്ങളൊന്നുമില്ല, അയാൾ നടന്നിട്ടാ പോകുന്നതെങ്കിലോ അതൊരു യാത്ര എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. മണിക്കൂറുകളോളം അയാൾ വെയിലാണ് നിൽക്കുന്നത്, അയാളുടെ യാത്ര അങ്ങനെയായിരിക്കും. ഇവിടുന്ന് തൃശ്ശൂർ എന്നുള്ളത് വലിയ ഒരു യാത്രയല്ല, പക്ഷേ അയാൾക്ക് വാഹന സൗകര്യങ്ങളൊന്നുമില്ല, അയാളാവട്ടെ നടന്നുകൊണ്ട് പോകേണ്ട ഒരവസ്ഥ. എങ്കിൽ അതിന് യാത്ര എന്ന് പറയും. അതുകൊണ്ടാണ് യാത്ര എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ അപ്പോഴാണ് യാത്രക്കാരന്റെ ഈ ഇളവുകൾ സ്വീകരിക്കേണ്ടത്. ഇനി ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗം, അവർ യാത്ര പോകുന്നു, അവർക്ക് യാത്രയിൽ നോമ്പ് ഒഴിവാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഒരു ദീർഘദൂര യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും പോകാൻ, ആ യാത്രയെക്കുറിച്ച് കാണുവാൻ സാധിക്കും, ഫീ യൗമിൻ ഹാരി, നല്ല ശക്തമായ ചൂട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ടൊരു നോമ്പെടുത്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന് മാത്രമായിരുന്നു നോമ്പുണ്ടായിരുന്നത്. ബാക്കി ആ കൂട്ടത്തിൽ ഒരാളും നോമ്പെടുത്തിട്ടില്ല. നോമ്പെടുക്കാത്തതിന്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്ഷേപിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് സഹാബിമാരാ നോമ്പെടുക്കണ്ടേന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഒഴിവുണ്ട്, അവർക്ക് ഒഴിവാക്കാം, ആ ഒഴിവ് സ്വീകരിക്കുകയും ചെയ്യാം. ഇതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത്, ഒരാൾ നോമ്പെടുത്തു, അയാൾ യാത്ര പോകാം, അയാൾ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അയാൾ നോമ്പെടുത്താൽ അത് ഹറാമാണ്. അങ്ങനത്തെ ചില യാത്രകൾ
നോമ്പെടുത്താൽ അത് ഹറാമാവുക, നോമ്പെടുത്താൽ കുറ്റം കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, ഒരു യാത്രയിൽ അയാൾ നോമ്പുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നുണ്ട്, ഒരാളിങ്ങനെ കിടക്കുന്നു, അതിന്റെ ചുറ്റും ആൾക്കാരിങ്ങനെ തണലിട്ട് ഇങ്ങനെ വെക്കുക, അയാൾക്ക് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അവിടെ ഒരാൾക്കൂട്ടം എന്താ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകർ സ്വായി, ഒരാൾ നോമ്പുകാരൻ, അയാളിങ്ങനെ തളർന്ന് കിടക്കുക, അയാൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കൂടി ഒരു തണലിട്ട് കൊടുക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസ മിനൽ ബിശ്രി സ്വൗമു ഫി സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമല്ല. വേറെ ചില വാചകങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ചില വാക്കുകൾ കൂടി പറഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാൾക്ക് കഴിവില്ല എന്നിട്ടും അയാൾ ആകെ വിഷമിച്ചുകൊണ്ട് യാത്രയിൽ നോമ്പെടുത്ത് ഞാൻ വലിയ ത്യാഗം ചെയ്തു എന്ന് പറയേണ്ടതില്ല. അയാൾക്ക് ഇളവുകളുണ്ട്, ആ ഇളവുകൾ അയാൾ സ്വീകരിക്കാൻ വേണ്ടേ. അല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നോമ്പെടുത്തിട്ടുള്ളത്, എനിക്ക് എണീക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊന്നും പറയണ്ട. അയാൾ യാത്രക്കാരനാണോ, അയാൾക്ക് ഇളവുകൾ സ്വീകരിക്കാം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സൂറത്തുൽ ബഖറയിലെ അടുത്ത ആയത്ത് 185 ആയത്ത്, ഒരേ വാചകത്തിൽ അല്ലെങ്കിൽ 5 ആയത്തുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പറയണം നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ 3-ാമത്തെ ആയത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഖുർആൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി കൊണ്ട് ഈ ആയത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ എന്നത്. എന്നിട്ട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫമൻ ശഹിദ മിൻകും അശ്ശഹർ ഫൽയസും, ആരാണ് നോമ്പെടുക്കേണ്ടതെന്ന് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫമൻ ശഹിദ മിൻകും, നിങ്ങളിൽ ആരെങ്കിലും ആ ദിവസത്തിൽ അല്ലെങ്കിൽ ആ മാസത്തിലുണ്ടെങ്കിൽ, ഷഹീദായിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, സാക്ഷിയായിട്ടുണ്ടെങ്കിൽ, ഫൽയസും, നിങ്ങൾ നോമ്പെടുത്തേ പറ്റൂ, നോമ്പെടുക്കണം. ഒരു കൽപ്പനാക്രിയ. റമളാനിൽ മുസ്ലിമായ ഒരാൾ, അയാൾക്ക് പിന്നെ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമില്ല. അയാൾ നിർബന്ധമായും നോമ്പെടുക്കണം. എന്നാൽ ആരാണ് നോമ്പെടുക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കി, ഒന്ന് മുസ്ലിമിനാണ് നിർബന്ധമുള്ളത്. മുസ്ലിം ആകാ എന്ന് മാത്രമല്ല, അവിടെയും ചില നിബന്ധനകളുണ്ട്. പ്രായപൂർത്തി ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം, അതുപോലെ തന്നെ അയാൾ യാത്രക്കാരനല്ലാത്തൊരവസ്ഥയാവണം, നോമ്പെടുക്കാനുള്ള ശേഷിയുള്ള ആളാവണം. ഇങ്ങനെ ചില നിബന്ധനകളുണ്ട്. പ്രായപൂർത്തിയുള്ള ആളുകളാണ് നോമ്പെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിലെ പ്രായപൂർത്തി എത്രയാണ്? നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഓരോ നിയമത്തിനനുസരിച്ചുകൊണ്ട് പ്രായപൂർത്തിയുടെ കണക്കും വ്യത്യാസപ്പെടും. ഒരു കാലത്ത് 16 ആയിരുന്നുവെങ്കിൽ പിന്നെ 18 പിന്നീട് 20, 21 മാറും. രാജ്യം അനുസരിച്ചുകൊണ്ട് മാറും. നമ്മുടെ നാട്ടിലുള്ള പ്രായപൂർത്തിയല്ല അമേരിക്കയിലുള്ളത്, അതല്ല ബ്രസീലിലുള്ളത്. ഓരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും. എന്നാൽ മതപരമായിക്കൊണ്ട് ഒരാൾക്ക് പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള 3 കാര്യങ്ങൾ, ആണാവട്ടെ പെണ്ണാവട്ടെ 3 കാര്യങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം ഉറക്കത്തിലോ മറ്റോ സ്ഖലനം സംഭവിക്കുക എന്നുള്ളതാണ്, മതപരമായിട്ടുള്ള കാര്യം. 2-ാമതായി കൊണ്ട് പറയുന്നത് രഹസ്യഭാഗങ്ങളിൽ കട്ടിയായി രോമം മുളക്കുക എന്നുള്ളതാണ്. 3-ാമത്തെ കാര്യമോ 15 വയസ്സാകുക എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്നായാൽ അയാൾക്ക് പ്രായപൂർത്തിയെത്തി. ഇതിൽ ഏതെങ്കിലും ഒന്നായാൽ. ഇനി സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവിടെ ഒരു നിബന്ധന കൂടി ചേർക്കപ്പെട്ടു, 4-ലേതെങ്കിലും ഒന്ന്. ഈ പറഞ്ഞ 3-എണ്ണവും 4-ാമത്തെ ഒരു കാര്യം ആർത്തവം ഉണ്ടാകുക, ഹൈലുണ്ടാകുക എന്നുള്ളത്. ഈ 4-ൽ ഏതെങ്കിലും ഒരാൾക്ക് സംഭവിച്ചാൽ അയാൾ നിർബന്ധമായും നോമ്പെടുക്കണം. അയാൾക്ക് പ്രായപൂർത്തിയെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രായമെത്താത്ത കുട്ടികളുടെ കാര്യത്തിലോ അവർക്ക് വേണമെങ്കിൽ നോമ്പെടുപ്പിക്കാം. അവിടെ ചില നിബന്ധനകൾ അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നിർബന്ധമായും കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കണമെന്നില്ല. എന്നാൽ അവരെ അതിലേക്ക് പ്രാപ്തരാക്കുക. ചെറിയ കുട്ടികളാണ്, ഒരു പകുതി വരെ നോമ്പെടുക്കാനേ പറ്റുള്ളൂ. എന്നാ അവരോട് പറയാ ഉച്ച വരെ നോമ്പെടുക്കാം. അതിലും ചെറിയ കുട്ടികളാണ്, എന്നാ 10 മണി വരെ മതി. പക്ഷേ അത് ചെയ്യുന്നതോടൊപ്പം അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ മുൻഗാമികളായ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ നോമ്പായ റമളാനിന്റെ നോമ്പല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ചില നോമ്പുകൾ ഉണ്ടായിരുന്നു.
പ്രത്യേകിച്ച് മുഹറം മാസത്തിലുള്ള നോമ്പ് അവർ നോമ്പെടുത്തു എന്ന് മാത്രമല്ല തങ്ങളുടെ കുട്ടികളെ കൂടി നോമ്പെടുപ്പിച്ചു. എന്നിട്ട് കുട്ടികൾ കരയുമ്പോ അവർക്ക് കളിക്കാനുള്ള വസ്തുക്കൾ കൊടുക്കുന്നു. അവരൊന്നും ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് വരെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നോമ്പെടുക്കേണ്ട രണ്ടാമത്തെ നിബന്ധന എന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മജ്നൂനായ ഒരാൾ, ഭ്രാന്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല. ഇനി അയാൾ നോമ്പെടുത്തിട്ടും കാര്യമില്ല. കാരണം ബുദ്ധിയില്ലാത്ത ഒരാൾ നോമ്പെടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഹദീസിൽ കാണുവാൻ സാധിക്കും, റുഫിഅൽ ഖലമു അൻ സലാസ, മൂന്നാളുകളുടെ കാര്യത്തിൽ പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തൂല. ഒന്ന്, ഒരു കുട്ടി, ആ കുട്ടിക്ക് പ്രായപൂർത്തിയ അല്ലെങ്കിൽ വിവേകമെത്തുന്നതുവരെ ആ കുട്ടി എന്ത് ചെയ്താലും അല്ലാഹ് അതിന് കുറ്റം എഴുതൂല. അതൊരു കുറ്റമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മലക്കുകളോട് പറയൂല. രണ്ടാമത്തത്, ഒരാള് ഉറക്കത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്താലും അയാൾ കുറ്റക്കാരനല്ല. ആ സമയത്തും അവന്റെ പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അഥവാ അവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയില്ല മലക്കുകൾ. മൂന്നാമത്തതാണ്, ഒരാൾക്ക് സ്വബോധമില്ല, ബുദ്ധി മറഞ്ഞുപോയ അവസ്ഥയായി, എങ്കിൽ അയാൾക്ക് എന്നാണോ ബുദ്ധിയുള്ള അവസ്ഥയാകുന്നത് അപ്പോൾ മാത്രമേ അയാൾക്ക് ഈ നിബന്ധനകൾ ബാധകമാകുന്നുള്ളൂ. ഇനി മറ്റൊരു വിഷയം, ഇതിൽ ചേർത്തു പറയേണ്ട ഒരു കാര്യമാണ് ആരോഗ്യമുണ്ടാകുക എന്നുള്ളത്. ആരോഗ്യമുള്ള ആളായിരിക്കണം. നേരത്തെ സൂചിപ്പിച്ചു, രോഗികളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ അതുപോലെ ഒരു കുറവായി എണ്ണപ്പെട്ടിട്ടുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് മെൻസസ് ഉണ്ടാകുന്ന സമയം അവർ നോമ്പെടുക്കേണ്ടതില്ല. അത് ഇസ്ലാം കൊടുത്ത ഇളവാണ്. അതുപോലെ തന്നെ നിഫാസുള്ള സമയം, പ്രസവരക്തമാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും നോമ്പൊഴിവാക്കാം. ഖേദകരമെന്ന് പറയട്ടെ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ പോലും ചില ആളുകൾ അശ്രദ്ധമായി പോകുന്നൊരവസ്ഥ ഉണ്ട്. 6:30 മണിക്കാണ് മഗ്രിബ് ബാങ്കെങ്കിൽ ഒരു 6 മണിക്കാണ് മെൻസസ് ഉണ്ടാവണമെന്ന് വിചാരിച്ചോ. ചില ആൾക്കാർ അത് മിണ്ടാതെക്കും. അത് മിണ്ടാതെക്കുക. എന്തായാലും ഇപ്പൊ കുറച്ച് സമയം കൂടിയല്ലേ, ഇത്രയേറെ പട്ടിണി നടന്നില്ലേ? അല്ല, അവിടെ ഒഴിവാക്കുകയാണ് വേണ്ടത്. ആ നോമ്പ് പിന്നീട് എന്തായാലും നോറ്റുകിട്ടും. കാരണം അവർക്കറിയാം, അവർക്ക് ഇളവുള്ള ഒരു കാര്യമാണ്. ആ ഇളവ് പടച്ചോൻ നൽകിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണുവാൻ സാധിക്കും, അലൈസ ഇദാ ഹാവത് ലം തുസല്ലി വലം തസും ഫദാലിക തുഫ്സാനു ദീനിഹാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പെണ്ണ് അവൾ നോമ്പ് അനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ചെയ്യേണ്ടതില്ല. രണ്ടും അവൾക്കൊഴിവുണ്ട്, രണ്ടും ഒഴിവാണ്. പക്ഷേ പിന്നീട് അവൾ നോമ്പ് നോറ്റുകിട്ടണം, നിസ്കാരമല്ല. അപ്പോൾ നിസ്കാരം അവൾക്ക് ഇളവുണ്ട്. പക്ഷേ നോമ്പ് അത് കൃത്യമായിട്ട് എണ്ണം പറഞ്ഞ് ചെയ്യേണ്ടതാണ്. അത് കൃത്യമായി കൊണ്ട് തന്നെ അവൾ നിർവഹിക്കുകയും വേണ്ടതുണ്ട് എന്നതുകൂടി ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറയിലെ അടുത്ത ഒരു ആയത്ത് ഈ റമളാനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു വാചകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഒരു പക്ഷേ തൗഹീദിന്റെ ആയത്ത് എന്ന നിലക്കാണ് ഈ ഒരു ആയത്തിന് പല ആളുകളും കാണാറുള്ളത്. എന്നാൽ നോമ്പിന്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കൊടുക്കുക. ആദ്യം പറഞ്ഞ 3 ആയത്തുകളിലും നോമ്പിനെ കുറിച്ച് പരാമർശിച്ചു. 5ാമത്തെ ആയത്തിലും നോമ്പിനെ കുറിച്ച് തന്നെയാണ് പരാമർശിക്കുന്നത്. പക്ഷെ അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വാചകം കൊടുക്കണം. ഒരു നോമ്പുകാരന്റെ ദുആഇനെ കുറിച്ച് മനസ്സിലാക്കി. എന്താണ് നോമ്പുകാരന്റെ ദുആഇന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാത്തു ദഅവാത്തുൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫിഹിന്ന. 3 ആളുകളുടെ പ്രാർത്ഥന തീർച്ചയായും അത് സ്വീകരിക്കും, ഒരിക്കലും അത് തള്ളപ്പെടുകയില്ല. അതിൽപ്പെട്ട ഒന്നാണ് ദഅവത്തുസ് സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന. നോമ്പുകാരന്റെ പ്രാർത്ഥന നമ്മൾ ബാക്കിയുള്ള ഏത് സമയം നോക്കിക്കഴിഞ്ഞാലും ഒരു പ്രത്യേക ഒരു ടൈമിൽ മാത്രമേ. ഇപ്പൊ വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേക സമയമുണ്ട്. ആ പ്രത്യേക സമയത്താണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅ, തീർച്ചയായും വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു തീരുമാനിച്ച ആ സമയവും ഇവന്റെ പ്രാർത്ഥനയുടെ സമയവും ഒന്നിച്ചു വന്നാൽ അല്ലാഹു അത് സ്വീകരിക്കും. ഒരു പ്രത്യേക സമയം അവിടെ എണ്ണി പറയും.
അല്ലെങ്കിൽ പ്രത്യേക സ്ഥലം ഇന്ന സ്ഥലത്താകുക. എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് തുടങ്ങി അവസാനിക്കുന്ന വരെ അവന് പ്രാർത്ഥിക്കാൻ സമയം, എത്രയോ സമയം. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസമായി. എത്ര സമയം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിയേക്കാമായിരുന്നു. പക്ഷെ ഇപ്പോഴും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം കിട്ടിയിട്ട് എത്ര സമയം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ ഈ ലോകത്തും പരലോകത്തുമായിട്ടുള്ള ഒട്ടേറെ ആഗ്രഹങ്ങൾ നമുക്ക് ബാക്കിയാണ്. അള്ളാഹു നമുക്ക് അതെല്ലാം എളുപ്പമാക്കി തരുമാറാവട്ടെ. നമ്മുടെ സ്വാലിഹായ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ, അവർ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സമീപസ്ഥനാണ്. ഈ വാചകം ഒരാൾ മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും അയാളുടെ കൈകൾ അല്ലാഹു അല്ലാത്ത ഒരാളിലേക്ക് 100% ഉറപ്പാണ്. ഈ ആയത്ത് പിടിച്ചാൽ മതി. വഇദാ സഅലക, താങ്കളോട് ചോദിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിരുന്ന ആളുകളുടെ കാര്യത്തിലാണ് പറയുന്നത്. അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇബാദി, എന്റെ അടിമകൾ നിങ്ങളോട് ചോദിക്കുകയാണ്, അന്നി, എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, നാം അവരോട് സമീപസ്ഥനാണ്, ഏറ്റവും സമീപസ്ഥനാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഞാൻ അവന് ഫൽയസ്തജീബൂലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ, അല്ലാഹു ഉത്തരം തരാനവൻ. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ, ഞാൻ ഉത്തരം തരും. പക്ഷേ അള്ളാഹനെ വിളിക്കാൻ വേണ്ടി നടത്തേണ്ട പള്ളികൾ ഇന്ന് അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് പല ദിക്റുകളും ഹൽഖുകളും ഒക്കെയായി പലതും നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്തെ നമ്മളൊന്ന് വായിച്ചു നോക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്ത്. അന്നല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ടല്ലോ, ജാറങ്ങളിലേക്കും മഖബറുകളിലേക്കൊക്കെ പോകുന്നവർ. എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ആയത്തൊന്ന് കാണിച്ചു കൊടുക്കുക. ഇങ്ങനൊരു ആയത്ത് ഖുർആനിലുണ്ട്, ഇതിങ്ങനെ തന്നെയാണോ ഇതിന്റെ അർത്ഥം? അതല്ല അവരൊക്കെ ഉണ്ടാക്കി പറയണോ? ഇതിലെന്താ പറയണത്? പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നു. അല്ലാഹു പറയണത് ഞാൻ നിങ്ങൾക്ക് സമീപസ്ഥനാണ്. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് അജ്മീർ വരെ പോകണം, ആണോ? അല്ല, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനാ. അതിനുവേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്, അതിനുവേണ്ടിയാണ് ഏർവാടിയിലേക്ക് പോകുന്നത്, ഒക്കെ അള്ളാഹു അല്ലാത്തവരിലേക്ക് കൈകൾ നീട്ടാൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹ് നേർക്ക് നേരെ പറയാണ്. ഒരു നോമ്പുകാരൻ പ്രത്യേകിച്ച് മനസ്സിലാക്കണ്ടായി, എന്ത് പ്രശ്നം, ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങൾക്ക് സമീപസ്ഥനല്ലേ, ഞാൻ നിങ്ങൾക്ക് അടുത്തല്ലേ, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എത്ര സ്നേഹത്തിലാ പ്രഭു പറയുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വാചകം കേവലം ഒരു ആയത്ത് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും, ഏതൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൈകൾ ഉയർത്തുമ്പോഴും എല്ലാം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധികൾക്കനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശൈലി പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്നും കൂടി നിങ്ങൾ ഓരോരുത്തരോടും മർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയും നോമ്പും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചു വന്നത്. അതിൽ 187-ാമത്തെ ആയത്ത്, നമ്മൾ 183 മുതലാണ് വിശദീകരിച്ചത്. അതിൽ 187-ാമത്തെ ആയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരനുള്ള ഇളവുകളെ കുറിച്ചുകൂടി എണ്ണുന്നുണ്ട്. നോമ്പുകാർക്ക് ചില കാര്യങ്ങൾ ഹലാലാണ്, നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. വഉഹില്ല ലക്കും ലൈലത്തുസ് സിയാം എന്ന് തുടങ്ങുന്ന രൂപത്തിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഹലാലാക്കിയിട്ടുണ്ട്, അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങൾ അനുവാദമുണ്ട്?
ഇന്ന് പല ആളുകൾക്കും അതിനെക്കുറിച്ച് ധാരണയില്ലാത്തൊരവസ്ഥയാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധം രാത്രി സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ആദ്യ കാലഘട്ടത്തിൽ അത് അനുവദനീയമല്ലായിരുന്നു. പിന്നീട് അല്ലാഹു ഈ ആയത്തിലൂടെ ആ അനുവാദമില്ലാത്ത അവസ്ഥ മാറ്റിയിട്ട് അനുവദിച്ചു തരികയാണ്. നിങ്ങൾക്കിത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗികമായ ബന്ധം, അത് രാത്രി സമയത്ത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. റമദാനിലാണെങ്കിൽ പോലും രാത്രി സമയം അനുവാദമുണ്ട്. പക്ഷേ അത് പകലിലാണെങ്കിൽ വലിയ കുറ്റകരമായ കാര്യമാണ്. ഇവിടെ നേരെ മനസ്സിലാക്കണം. ആ ഭാര്യയെ നമുക്ക് അനുവദിച്ചു തന്നതാരാ? അല്ലാഹുവാണ്. ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്വീകരിച്ചത്. അള്ളാന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റെടുത്തത്. എങ്കിൽ ആ റബ്ബ് പറയാണ്, ബാക്കി 11 മാസവും നിങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ ഉണ്ടായിക്കോ. ഈ ഒരു മാസത്തിൽ രാത്രി മുഴുവനും നിങ്ങൾക്കിടയിലുള്ള എല്ലാ ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കോ. പക്ഷേ പകലിൽ പറ്റൂല. അത് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. 11 മാസം കഴിക്കാം, രാത്രിയും കഴിക്കാം, പക്ഷേ പകലിൽ പറ്റൂല. അവിടെ ഒരാൾ അങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടായാൽ അത് റമദാനിന്റെ പകലിലാണെങ്കിൽ വലിയ കുറ്റകരമാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അയാൾ ആ തെറ്റ് ഏറ്റുവെന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പ്രായശ്ചിത്തം പറഞ്ഞ കാര്യമുണ്ട്. അതിനെന്താണ് പ്രതിക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വാചകം കണ്ടാൽ തന്നെ അത് എത്ര വലിയ ഗൗരവമുള്ളതാണ് മനസ്സിലാവും. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? ഒരു അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. ഒരു അടിമനെ മോചിപ്പിക്കാം. അതിന് കഴിയോ? അയാൾ പറഞ്ഞു, പ്രവാചകർ അതിനെനിക്ക് കഴിയൂല. ഇന്നത്തെ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായമില്ല. എങ്കിൽ രണ്ടാമത്തെ കാര്യം കേട്ടോ, അടിമയെ മോചിപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കില്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കും. 2 മാസം തുടർച്ചയായി ഒരു 35 ദിവസം മുന്നോട്ട് പോയി 36ാമത്തെ ദിവസം എന്തോ കാരണത്താൽ ഒഴിവായാൽ വീണ്ടും ആദ്യം മുതലാണ്. അത്ര ഗൗരവമുണ്ട്. ഇനി അതിനും ഒരാൾക്ക് കഴിയൂലെങ്കിൽ, അതിന് സാധിക്കാത്ത ആളാണെങ്കിൽ മാത്രം 60 ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ എത്ര ഗൗരവമുണ്ട് ഈ വിഷയത്തിൽ. കാരണം അല്ലാഹു ഒരു കാര്യം പറയാണ്, അത് ചെയ്യരുത് എന്ന് പറഞ്ഞ പിന്നെ ചെയ്യാൻ പാടില്ല. കാരണം അല്ലാഹു അനുവദിച്ചു തന്നതാണ്. അല്ലാഹു അനുവദിച്ചതാണ് ആ വിവാഹ കരാറെങ്കിൽ, നമ്മുടെ ഭാര്യയുടെ ശരീരമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇന്ന സമയത്ത് പറ്റൂല, എങ്കിൽ അത് പറ്റൂല. അതാണ് മുസ്ലിമിനോടാണ് ഈ പറയുന്നത്. അള്ളാഹുവിന് കീഴൊതുങ്ങിയവന്റെ നിയമമാണ് ഈ പറയുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹു ഈ ആയത്തിൽ എണ്ണി പറയുന്ന ഒരു കാര്യം, പ്രഭാതത്തിന് മുന്നേ അയാൾ നിയ്യത്തുണ്ടാവണം. ഇന്ന് ഖേദകരമെന്ന് പറയട്ടെ, പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് തീരെ ഗൗരവമില്ലാത്തൊരവസ്ഥയാണ്. നിയ്യത്ത് തന്നെ വേണ്ട എന്ന് പറയുന്ന ചില ആളുകൾ, എന്നാൽ നിയ്യത്താവട്ടെ ചൊല്ലി പറഞ്ഞാൽ മാത്രമേ ശരിയാവൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിലാണ് യഥാർത്ഥ ഇസ്ലാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ അമലും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണ്. നിസ്കാരം സ്വീകരിക്കണോ? നിയ്യത്ത് വേണം. നോമ്പ് സ്വീകരിക്കണോ? നിയ്യത്ത് വേണം. ഖുർആൻ പാരായണം സ്വീകരിക്കണോ? നിയ്യത്ത് വേണം. എല്ലാ അമലും ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. പക്ഷേ അത് ചൊല്ലിപ്പറയണോ വേണ്ട? നമ്മുടെ നാട്ടിൽ നിസ്കരിക്കുമ്പോൾ കാണാം ഉസല്ലി ഫർളുഹു എന്നൊക്കെ പറഞ്ഞിട്ട് ചൊല്ലി പറയുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ നോമ്പെടുക്കുന്ന സമയത്ത് നവൈതു സൗമഗദിൻ എന്ന് തുടങ്ങുന്ന പ്രയോഗങ്ങളാണ് നടത്താറുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ എവിടെയും അത്തരത്തിൽ ഒരു പ്രയോഗം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലി പറഞ്ഞിട്ടില്ല. പിന്നെ ആ ചൊല്ലി പറയുന്ന വാക്കുകൾ തന്നെ നോക്ക്. നവൈതു, ഞാൻ കരുതി. നവ എന്ന് പറഞ്ഞ കരുതാണ്. നീയത്തിന്റെ മസ്ദർ എന്ന് പറഞ്ഞാൽ ഖൽബാണ്. ഖൽബിലുണ്ടാകാൻ വേണ്ടേ? അയാൾ അത് ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. ഞാൻ കരുതിയെന്ന് അപ്പോഴും അയാൾ പറയണത്. കരുതിയാ മതി, അത് ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. ഇനി ഒരാൾ അങ്ങനെ നീയത്ത് കരുതുന്നുവെങ്കിൽ തന്നെ അത് പ്രഭാതത്തിന് മുന്നാവണം. പ്രഭാതം സംഭവിക്കുന്നതിന് മുമ്പ്, അഥവാ സുബ്ഹ് ബാങ്കിന് മുമ്പ് തന്നെ നീയത്തുണ്ടാവണം. അല്ലാതെ അയാൾ ഉറങ്ങിപ്പോയി എന്നിട്ട് സുബഹി കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്, തലേ ദിവസമാകട്ടെ അയാളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു നീയത്തില്ല, എങ്കിൽ അയാൾക്ക് നോമ്പില്ല.
എങ്കിൽ അയാൾക്ക് നോമ്പില്ല. ആ വാചകം അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതല്ല ആദ്യമേ അയാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പെടുക്കണമെന്ന് അയാളുടെ മനസ്സിലുണ്ടായിരുന്നു, അയാൾ അങ്ങനെ ഉറക്കത്തിൽപ്പെട്ടുപോയി എങ്കിൽ അയാൾക്ക് നോമ്പെടുക്കുക, ബാക്കിയുള്ള സമയം അങ്ങനെ അയാൾ നോമ്പുകാരനായിട്ട് തന്നെ കടിച്ചു കൂട്ടണം എന്നുള്ളതാണ്. ഇതാണ് നിർബന്ധ നോമ്പിന്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ പറ്റും, തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ബറക്കത്തുണ്ട് ഒരു ഹദീസിൽ. മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് മറ്റൊരു ഹദീസിൽ. മറ്റുള്ള ഇതര വിഭാഗങ്ങളിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തരാകുമെന്ന് വേറൊരു ഹദീസിൽ. ഒരുപാട് കാര്യങ്ങൾ അത്താഴവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറയുന്നത്, അത്താഴം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒരു ഇറക്ക് വെള്ളം കുടിക്കാനേ നമുക്ക് സമയം കിട്ടുള്ളൂ. ഒരിറക്ക് വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, എന്നാൽ അത് കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ ആ ഒരു ബറക്കത്ത് നേടണം. ഇന്ന് പല ആളുകളും പറയാറുള്ളത്, ഞാൻ അത്താഴം പോലും കഴിക്കാതെയാണ് നോമ്പെടുക്കുന്നത്. അത് പുണ്യമല്ല, അത് പുണ്യം കുറക്കുക ചെയ്യാം. അത്താഴം കഴിച്ചുകൊണ്ടാണ് നോമ്പെടുക്കേണ്ടത്. കാരണം ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത്താഴം ഉണ്ടായിരുന്നില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. അത് നമ്മൾ കഴിക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു സമയം ബാങ്കിന് മാറ്റിവെക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ എഴുന്നേൽക്കേണ്ടത്. ചില ആളുകളെങ്കിലും ഉണ്ടെങ്ങനെ ആ ഒരു അവസാന സമയത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് പിന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇരുന്ന് കഴിക്കുന്ന ഒരവസ്ഥ. അതെന്തായാലും ശരിയല്ല. മനഃപൂർവ്വം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക എന്നുള്ളത് അയാളുടെ നോമ്പിനെ ബാധിക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളത് അതിൽ ധൃതി കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ പറ്റും, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ലിൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം എന്റെ ഖൗമ് ഖൈറിലായിരിക്കും. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പല ആളുകളും സൂക്ഷ്മത എന്ന പേര് പറഞ്ഞിട്ടാണ് എല്ലായിടത്തും ബാങ്ക് പിടിച്ചാലും ചില ആളുകൾ പറയും, എന്താ കുറച്ചു നേരം കൂടി കഴിഞ്ഞോട്ടെ, ഒരു 4 മിനിറ്റ് അങ്ങോട്ട് നീട്ടിവെക്കും, ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞോട്ടെ. ചില ആൾക്കാർ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ പോലും, സമയമായാൽ പോലും, എന്തായാലും ഇത്ര മണിക്കൂറുകളോളം നമ്മുടെ മുന്നിലെ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞോട്ടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖൈറിലാവണമെങ്കിൽ അതിന് ധൃതി കാണിക്കുക. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണം. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണം. അതിൽ ധൃതി കാണിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് അഹ്കാമുകൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി അല്ലാഹു എങ്ങനെയാണോ പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കാണിച്ചു തന്നത്, അതുപോലെ നിർവഹിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.